ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടക്കാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ചിരിയോഗ എന്ന മറ്റൊരു ബദൽ അവതരിപ്പിക്കുകയാണ് ബഹ്റൈനിലെ തോമസും സംഘവും. 2003 അവർ തുടക്കം കുറിച്ച ചിരിയോഗയെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. റെഡ് സിഗ്നൽ. ഗ്രീൻ സിഗ്നൽ. ചിരി, പുഞ്ചിരി, പൊട്ടിച്ചിരി. ചിരിയാണ് ഇപ്പോൾ KM തോമസിന്റെ ലോകം. ബഹ്റൈനിലെ സെന്റ് ക്രിസ്റ്റഫർ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഇടുക്കിക്കാരൻ തോമസ് ഇങ്ങനെയൊന്നുമായിരുന്നില്ല. വലിയ ഗൗരവക്കാരനായിരുന്നു. എന്നാൽ ചിരി മനസ്സിനും ശരീരത്തിനും ആരോഗ്യം പ്രദാനം ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞതോടെ തോമസ് പിന്നെ ചിരിക്കാൻ മാത്രമല്ല മറ്റുള്ളവരെ ചിരിക്കാൻ പഠിപ്പിക്കാനും തുടങ്ങി. കഴിഞ്ഞ 27 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഇദ്ദേഹം അന്താരാഷ്ട്ര ചിരിയോഗ പരിശീലകനാണ്. 2003 ബഹ്റൈനിലെ ആദ്യ ലോഫ്റ്റർ യോഗ ക്ലബ്ബ് ആരംഭിച്ചത് തോമസിന്റെ നേതൃത്വത്തിലാണ്. കേരള കാത്തലിക് അസോസിയേഷനിൽ കൂട്ടുകാരുമായി ചേർന്ന് ആരംഭിച്ച ഈ ക്ലബിന്റെ ചുവടുപിടിച്ച് ഇപ്പോൾ 4 ക്ലബ്ബുകൾ കൂടി ബഹ്റൈനിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. 2003 ആദ്യത്തെ ലാഫ്റ്റർ ക്ലബ്ബ് KCA ലാഫ്റ്റർ ക്ലബ്ബ് രൂപീകരിക്കുകയും മാസത്തിലൊരിക്കൽ എല്ലാവരും കൂടി ചേർന്ന് ലാഫ്റ്റർ ആൻഡ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുകയും അതുമാത്രമല്ല ലോക ചിരിദിനം എല്ലാ വർഷത്തെയും മെയ് 1 സൺഡേയിൽ ഞങ്ങൾ കാര്യമായി ആഘോഷിക്കുകയും ചെയ്തു. മൂന്നാറിനടുത്ത് പൊട്ടൻകാട് സ്വദേശിയായ തോമസ് ബഹ്റൈനിൽ 150-ലധികം ചിരിയോഗ സെഷനുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ലാഫ്റ്റർ യോഗയുടെ അംബാസിഡർ എന്ന പദവിയും ഇദ്ദേഹത്തിന്റെ ചിരിക്ക് അംഗീകാരമായുണ്ട്. ലാഫ്റ്റർ യോഗയുടെ സ്ഥാപകൻ ഡോക്ടർ മദൻ കടാരിയയുടെ കയ്യിൽ നിന്ന് നേരിട്ടാണ് ഈ അംഗീകാരം കൈപ്പറ്റിയത്. ലാഫ്റ്റർ ക്ലബ്ബുകളിൽ ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കുക വഴി അവരെ നല്ല ആരോഗ്യത്തിലേക്ക് വഴി നടത്തുകയാണ് തോമസിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികൾക്കും ബിസിനസ്സുകാർക്കും കുടുംബങ്ങൾക്കുമൊക്കെ ചിരിയിലൂടെ ആരോഗ്യമെന്ന സന്ദേശം എത്തിക്കുന്നു ഇദ്ദേഹം. ഇത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും വളരെയേറെ പ്രചോദനം നൽകുന്ന, ശരീരത്തിനും മനസ്സിനെയും ഉണർവ് നൽകുന്ന, ഒരു ജീവിതത്തിൽ ലഭിക്കാവുന്ന കൂടുതൽ എനർജി ലഭിക്കുന്ന ഒരു സംരംഭമാണ്. തിരക്ക് പിടിച്ച ജീവിത പരിസരമുള്ളവർക്ക് ചിരി സമ്മർദ്ദം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണെന്ന് KM തോമസ് പറയുന്നു. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും തന്റെ ചിരിയോഗ ക്ലബിന്റെ പ്രചാരണവുമായി തോമസ് സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. തോമസിന് സെമിനാർ നല്ല മോട്ടിവേഷനിലായിരുന്നു. പിന്നെ സാർ കുറേ ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സ്ട്രെസ്ഡ് ആണെങ്കിലോ അല്ലെങ്കിൽ ടെൻസ്ഡ് ആണെങ്കിലോ എന്തൊക്കെ ചെയ്യേണ്ടത്, എന്ത് ടൈപ്പ് ലാഫ്റ്റർ ചെയ്യേണ്ടത്. പ്രാണായാമം, ചിരി വ്യായാമങ്ങൾ, സംഗീതം, ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനുള്ള കളികൾ തുടങ്ങിയവയിലൂടെ ചിരിയുടെയും ആരോഗ്യ സംരക്ഷണത്തിന്റെയും വേറിട്ട വഴികൾ പ്രവാസികൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രവാസി. ദുബൈയിൽ തുടരുന്ന അന്താരാഷ്ട്ര ഹോളി ഖുർആൻ മത്സരവേദിയിൽ നിന്ന് ഞങ്ങളുടെ ക്യാമറ പേഴ്സൺ ഫഹീം മുഹമ്മദ് അലി പകർത്തിയ ദൃശ്യങ്ങളാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. الذين قالوا ربنا الله ثم استقاموا
تتنزل عليهم الملائكة ألا تخافوا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. മടങ്ങിവരുന്ന മലയാളികൾക്ക് വേണ്ടി ഇനി എന്നാകും ഒരു പുനരധിവാസ നയം നടപ്പാവുക? ഭരിക്കുന്നവർ ഇതിന് ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയിരുത്തൽ, വിമർശനങ്ങൾ ഞങ്ങൾക്ക് പ്രധാനമാണ്. വീക്കെൻഡ് അറേബ്യയുടെ മുൻ എപ്പിസോഡുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, media1tv.in. തൽക്കാലം വിട. അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും.